ഇവിടെ ഊണ് കിട്ടുന്ന കടയിൽ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. അടിപൊളി ഊണും അതിൻ്റെ വിശേഷങ്ങളും നമുക്ക് കാണാം. കറികളുടെ കറികളൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കണല്ലോ അല്ലേ? അപ്പൊ കേക്ക് ഇവിടെ തന്നെ ഉണ്ടാക്കണം. ഇവിടെ തന്നെ പഠിച്ചോളൂ. അത് ഇത് കഴിഞ്ഞിട്ട് വേണം ഇതിന്റെയൊക്കെ സെറ്റ് അടിച്ച് ഇവിടേക്ക് ഒന്ന് റെഡിയാക്കിയിട്ട് വേണം കേക്കിന്റെ പണി തുടങ്ങാൻ. അങ്ങനെ നല്ലൊരു 12-12 അതൊന്നും നിൽക്കാൻ പറ്റില്ല. അതൊന്നും നിന്നാൽ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറാൻ പറ്റില്ല. അത് തീരുന്നിടം വരെ അടുപ്പിന്റെ ചോട്ടിൽ ഒരാൾക്ക് അതൊന്നും തന്നെ നിൽക്കണം. ഞാൻ ചെറിയ തീയിലിട്ട് വേവിച്ചെടുക്കുന്നുണ്ട്. അപ്പൊ അത് അധികം അതിന്റെ പാകം കഴിഞ്ഞ് പോകാൻ പാടില്ല. അതിപ്പോ ഇപ്പൊ ഓർഡർ ഉണ്ട്. വൈകിട്ട് ആള് വരും അത് കൊണ്ടുപോകാൻ. മെഴുക്കുവരട്ടിക്കുള്ള ചേന അല്ലേ? കായല്ല കായല്ലെന്ന് ചേന. ഒരു ദിവസം മാറി മാറി ഒരൈറ്റം മാറി മാറി. ചേന, മെഴുക്കുവരട്ടി, അവിയല് ആണ് ചെറിയ കറികളെ എന്തിട്ടൊക്കെ ഇപ്പൊ നമ്മള് 3 ഐറ്റമുള്ളൂ. സാമ്പാറും മോരും മീൻചാറും ഒഴിച്ചെറി, പിന്നെ കായ, മെഴുക്കുവരട്ടി, അവിയല്. അത്രയും കൂട്ടമാണ് ചോറിന് കൊടുക്കുന്നത്. പിന്നെ രാവിലത്തെ ഇതൊക്കെ കഴിഞ്ഞു. ഇഡ്ഡലി, ദോശ, പുട്ട് ആ ഐറ്റംസ് ആണ് രാവിലെ വെളുപ്പിന് വന്നിരുന്നത്. അതിന്റെ ഇപ്പൊ ഒരുവിധം എല്ലാനും കടലക്കറി, മുട്ടക്കറി, 2 കറികൾ. പിന്നെ സാമ്പാർ, ചമ്മന്തിയും ഓൾറെഡി ഉണ്ട്. പിന്നെ എണ്ണക്കടികളെല്ലാനും സാലഡ, പഴംപൊരി, ബോണ്ട, പരിപ്പുവട എല്ലാം നമ്മളെല്ലാം സ്വന്തമായിട്ട് ചെയ്യണതാണ്. എല്ലാം നമ്മൾ സ്വന്തമായിട്ട് ചെയ്തിട്ട് പല കടകളിലേക്ക് നമ്മൾ പുറത്തേക്ക് കൊടുക്കുന്നുണ്ട് സാധനങ്ങളെല്ലാം. പല കട പിന്നെ നമ്മൾ പുറത്തുനിന്നുള്ള ഓർഡറുകൾ പിടിച്ചിട്ട് ഊണ് സദ്യ ഒരുക്കി കൊടുക്കുന്നുണ്ട്. പിന്നെ അല്ലാതെ എന്തെങ്കിലും ഇഡ്ഡലി, വെള്ളയപ്പം അങ്ങനെയുള്ള ഓർഡറുകളൊക്കെ പിടിച്ചിട്ട് അതും ചെയ്യുന്നുണ്ട് പുറത്തേക്ക്. ചെറിയ ഏത് എന്തെങ്കിലും ഫംഗ്ഷനും കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എണ്ണക്കടികളും കൊടുക്കുന്നുണ്ട് പുറത്തേക്ക്. പിന്നെ കേക്കാണ് ഇവിടെ നിന്ന് കൂടുതലായിട്ട് നമുക്ക് എണ്ണക്കടികളും കേക്കുമാണ് ഡെയിലി പുറത്തേക്ക് കൂടുതലായിട്ട് പോകുന്നത്. പിന്നെ ഇപ്പൊ കേക്ക് ഇന്നലെ ഇടേണ്ടതാണ്, ഇന്നലെ ഇട്ടിട്ടില്ല. പിന്നെ ഇതിന്റെ പരിപാടികൾ ഒതുങ്ങിയിട്ട് വേണം കേക്കിന്റെ തുടങ്ങുന്നത്. ഊണിന്റെ എല്ലാം സെറ്റ് അടിച്ച് വെച്ചതിന് ശേഷമാണ് കേക്കിന്റെ തുടങ്ങുന്നത്. ഞങ്ങൾ രണ്ടുപേരും തന്നെയാണ് എല്ലാം ചെയ്യുന്നത്. ഊണ് ഉച്ചക്ക് 12 മണി 12:30 ആവും. 12:30 ആവും. അതല്ലേ ചോറൊക്കെ റെഡി ആവുമ്പോ ആ സമയമാവും. സ്പെഷ്യലായിട്ട് എന്താ കറിക്ക് അതിനുള്ള പരിപാടിയൊക്കെ നടക്കണുള്ളൂ. കറിക്കുള്ള ഐറ്റംസുകളൊക്കെ തുടങ്ങിയിട്ടുള്ളൂ. അത് എണ്ണക്കടിയുടെ കഴിയുമ്പോ തന്നെ ഇങ്ങനെ നല്ലൊരു 3-4 ഇത് എന്നിട്ട് അത് പറഞ്ഞത് മെഴുക്കുവരട്ടിക്കുള്ള സംഭവം റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അവിടെ അല്ലേ? അവിടെ മീൻ തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. മീൻ വറുക്കാനുള്ള സെറ്റുണ്ട്. ഇപ്പൊ രാവിലെ നമുക്ക് കടിയുടെ പരിപാടികളും എണ്ണക്കടിയും പച്ചപ്പലഹാരവും കഴിയാണ്ട് നമുക്ക് ഇതുമ്മ നിക്കാൻ പറ്റില്ല. അതിന്റെ ഇടയിൽ കൂടി നമ്മൾ ചെയ്യണമെന്നുള്ളൂ. ഞങ്ങൾ തന്നെ ഉള്ളത് കൊണ്ട് ഞങ്ങൾ വന്നവരെ നോക്കണം, ക്യാഷ് വാങ്ങിക്കണം, അവർക്ക് കൊടുക്കണം ഭക്ഷണങ്ങള് എല്ലാം. ഇതിപ്പോ ഞങ്ങള് ഒരു 2 ദിവസം കൂടുമ്പോ ചെയ്യണം. 6 കിലോ വെച്ച് ഒരു 2 ദിവസം 3 ദിവസം. ശരിക്കും ഈ സാധനം ഒരാഴ്ചക്ക് മേലെ ഇരിക്കും കടയില്. ഒരാഴ്ച 2 ആഴ്ച അടുത്ത് സാധനം നമുക്ക് കടയിൽ വെച്ച് വെക്കാം. ഞങ്ങൾക്ക് ഇവിടെ അത് എങ്ങനെ വന്നാലും ഒരു 3 പ്രാവശ്യമെങ്കിലും ആഴ്ചയിൽ ഇടണം. 2 ദിവസം കൂടുമ്പോ ഇടണം. ഇതെല്ലാം റെഡിയാക്കിയതിന് ശേഷമാണ് ഇത് നിൽക്കാൻ പറ്റുള്ളൂ. ഊണിന് പകരം ഊണ് കഴിയുമ്പോഴുള്ള പരിപാടിയാണ് ഇതല്ലോ വൈകിട്ടുള്ളത്. ഇതിപ്പോ ഇന്നിപ്പോ ലേറ്റ് ആയി ഒരുപാട്. അല്ലെങ്കിൽ ഞങ്ങളൊരു ഈ സമയമൊക്കെ ആകുമ്പോഴത്തേക്ക് ഇത് എങ്ങനെയെങ്കിലും ചട്ടിയിലാക്കാൻ നോക്കും. കാരണം എങ്ങനെയല്ല ഇതൊരു 3-4 മണിക്കൂർ ഇതിന് വേണ്ടിയിട്ട് വേണം.
അപ്പോൾ വൈകിട്ട് വരികയാണെങ്കിൽ ഇവർ രണ്ടുപേരും തയ്യാറാക്കണം. ചേച്ചി തയ്യാറാക്കണ മെയിനായിട്ടുള്ള വെട്ടേക്ക് സ്പെഷ്യൽ അല്ലേ, റെഡി ആക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ചെറിയ ചെറിയ റൗണ്ട് ആക്കി എടുക്കണം അല്ലേ, ഗ്ലാസ് കൊണ്ട്. ഇതവരെ മുറിച്ചെടുക്കൂല. നമുക്കൊന്ന് കഴിച്ചു നോക്കാം. പറഞ്ഞോട്ട് തന്നെയാണ് സംഭവം. മുട്ട ഇതൊക്കെ കുറിച്ച് ചേരുമില്ല, അതിൻ്റെയൊക്കെ നല്ല അടിപൊളി മധുരവും നല്ല മധുരമൊന്നും കൂടുതലില്ല, സംഭവം സൂപ്പറാ. എന്തായാലും വെട്ടേക്ക് കൊള്ളാം. ഓർഡർ അനുസരിച്ചും ഇവിടെ ചെയ്ത് കൊടുക്കാനാണ് ആയിട്ട് പോകണ്ടോ. ഊണിന് പറ്റിയത് മീൻ കറി, നല്ല മീൻ ചാറ്, അതിന് 2-3 കഷ്ണമുണ്ട്. മീൻ ചാറ് മാത്രമല്ല, നല്ല കഷ്ണവുമുണ്ട്. കണമ്പാണ് കറി. പിന്നെ അതിനെക്കുറിച്ചുള്ള പപ്പടം. ഒരു ദിവസം പല പല മീനുകളോട് വരാം. പിന്നെ പപ്പടം, അച്ചാറ്, ചെറിയ കറികൾ, സൈഡ് കറികളൊക്കെ നല്ല നല്ല കറികളൊക്കെ വരും. ഇടയ്ക്കിടയ്ക്ക് കണമ്പെന്ന് പറഞ്ഞാൽ നമ്മൾ പുഴ മീനല്ലേ ഇത്. അല്ല കണമ്പ് കറി എന്നൊക്കെ പറഞ്ഞാൽ ടേസ്റ്റാണ്. ഈ പുഴമീൻ നല്ല രുചി കൂടും. ഊണ് കഴിഞ്ഞിട്ട് ഒരു മോര് അല്ലേ, പച്ചമുളക് കിട്ടുന്നുണ്ടല്ലേ, സൂപ്പറും